ഹായ് വെൽക്കം ഓൾ. ഇൻ്റഗ്രൽസ് എന്ന ചാപ്റ്ററിലെ എക്സസൈസ് 7.2 8 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 8. ഇൻ്റഗ്രൽ എല്ലാം ഇൻ്റഗ്രൽസ് ആണ്. പ്രോബ്ലംസിൽ ഇൻ്റഗ്രൽസിൻ്റെ ചിഹ്നമില്ല, ഇൻ്റഗ്രേറ്റ് ദി ഫോളോയിങ് എന്നായതുകൊണ്ടാണ്. ഇവിടെ നമുക്ക് ഈ ഫംഗ്ഷൻ ആദ്യമായിട്ട് റൂട്ടിനകത്തുള്ള ഫംഗ്ഷന് 1 + 2x², നമ്മൾ ടി എന്ന് കൊടുക്കുന്നു. പുട്ട് 1 + 2x² ടി എന്നിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പം 4x dx dt എന്ന് കിട്ടുന്നു. നമുക്ക് ആവശ്യമുള്ളത് എക്സ് ഡി എക്സ് ആണ്. എക്സ് ഡി എക്സ് 1/4 dt അല്ലെങ്കിൽ dt/4. ഇപ്പോൾ കംപ്ലീറ്റും നമ്മൾ ഈ ക്വസ്റ്റ്യനെ ടിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എഴുതുന്നു. സോ ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു √1 + 2x² dx ആണ് നമ്മുടെ ചോദ്യം. ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് ഡി എക്സിൻ്റെ പകരം 1/4 dt അല്ലേ. അപ്പോൾ 1/4 ഞാൻ പുറത്ത് എഴുതുന്നു. പിന്നെ ടി ഉള്ള ടേമാണ് ആദ്യം എഴുതേണ്ടത്. √t ആണിത്. ഈ ക്വസ്റ്റ്യൻ √t ആണ്. എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് 1/4 dt ആണ്. ഓക്കെ, എക്സ് ഡി എക്സ് ഈ അണ്ടർലൈൻ ചെയ്ത എക്സ് ഡി എക്സ് ആണ് 1/4 dt. സോ 1/4 കോൺസ്റ്റൻസ് ഒക്കെ എപ്പോഴും നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ പുറത്താണ് എഴുതാം. √t എന്ന് പറഞ്ഞാൽ t⁻½ ആണല്ലോ. അപ്പോൾ t⁻½ ഇൻ്റഗ്രൽ നമുക്കറിയാം. t⁻½ + 1 എന്ന് പറഞ്ഞാൽ 3/2 ഡിവൈഡഡ് ബൈ 3/2 പ്ലസ് c ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 2 നമ്മൾ ഇങ്ങോട്ട് ന്യൂമറേറ്ററിലേക്ക് എഴുതിയാൽ 2 കട്ടാവും. അപ്പോൾ ഇവിടെ 1/6 എന്നായിട്ട് മാറും. ഈ 2 ഈ 4 ആണ് കട്ടിലായെന്ന്. t⁻³ എന്ന് പറയുമ്പം t is what? 1 + 2x² ⁵ plus c is the ഫൈനൽ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ്. ഇതിൽ നമുക്ക് ബ്രാക്കറ്റിനകത്തുള്ള ടേമിന് ടി കൊടുക്കുന്നു. പുട്ട് x² + x + 1 is equal to t. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡിഫറൻഷ്യേറ്റ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് കേട്ടോ. 2x + 1 dx 2x + 1 dx is equal to dt. ഇവിടെ 2x + 1 അല്ല, 4x + 2 ആണ്. അപ്പോൾ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതിന് മൊത്തം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4x + 2 dx എന്നായിട്ട് 2 കൊണ്ട് ലെഫ്റ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്തു. റൈറ്റ് സൈഡിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മൾട്ടിപ്ലൈ വിത്ത് 2. നൗ ദിസ് ഇൻ്റഗ്രൽ 4x + 2 into √x² + x + 1 dx ആണ് നമ്മുടെ ചോദ്യം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ടി ഉള്ള ടേം ആദ്യം എഴുതുന്നു. റൂട്ടുള്ള ടേമാണല്ലോ ടി ഉള്ള √t എന്ന് എഴുതുന്നു. ബാക്കി 4x + 2 dx. 4x + 2 dx is equal to 2 dt. ഓക്കെ, 2നെ നമുക്ക് ഇൻ്റഗ്രേഷൻ്റെ പുറത്ത് എഴുതാം. അഗെയിൻ √t dt. t⁻½ ആണ്. t⁻½ ആൻസർ t⁻³ ഡിവൈഡഡ് ബൈ 3/2 പ്ലസ് c എന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 2നെ നമ്മൾ മേലോട്ട് എഴുതിയാൽ 4/3 t⁻³ വാട്ട് ഈസ് ടി നമ്മളിവിടെ x² + x + 1 x² + x + 1 3/2 പ്ലസ് c എന്നാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ്. ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ 1 / x - √x dx ആണ് നമ്മുടെ ചോദ്യം. ആദ്യം നമ്മൾ ഇതിൽ നിന്ന് √x-നെ കോമൺ ഫാക്റ്റ് എടുക്കുന്നു. ഇവിടെ √x ഉണ്ട്, ഇവിടെയും √x ഉണ്ട്. √x-നെ ഡിനോമിനേറ്ററിൽ നിന്ന് കോമൺ ഫാക്റ്റ് എടുത്താൽ ഇവിടെ ബാക്കി √x അഗെയിൻ √x × x ആണല്ലോ. അപ്പോൾ √x × √x ഈസ് x - 1 എന്നായിട്ട് മാറും dx. ഇനി നമ്മൾ പുട്ട് √x - 1 is equal to t. ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. √x-ൻ്റെ ഡെറിവേറ്റീവ് 1/2 √x - 0 dx is equal to dt. 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. നമുക്കിവിടെ 1/√x dx ആണ് ഉള്ളത്. 1/√x dx is equal to 2 dt എന്ന് എഴുതാം. ഇവിടെ 1/√x dx നിങ്ങൾക്ക് കാണാം. ഇവിടെ നിങ്ങൾക്ക് 1/√x dx-നെ കാണാം. അതിന് നമ്മൾ 2 dt എന്ന് എഴുതുന്നു. സോ അവർ ക്വസ്റ്റ്യൻ ബിക്കംസ് വാട്ട്? ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1/√x dx is equal to 2 dt ആണ്. 2 dt
ഇസ് ഡിവൈഡ് ബൈ റൂട്ട് എക്സ് മൈനസ് വണ്ണിന് പകരം നമ്മൾ ടി എന്നാണ് എഴുതിയിരിക്കുന്നത്. സോ 2 ഇൻറ്റു 1/tയുടെ ഇൻ്റഗ്രൽ 1/xൻ്റെ ഇൻ്റഗ്രൽ ലോഗ് എക്സ് ആണ്, 1/tയുടെ ഇൻ്റഗ്രൽ ലോഗ് മോഡ് ടി പ്ലസ് സി ആണ്. ദാറ്റ് ഈസ് ഇക്വൽ ടു 2 ഇൻറ്റു ലോഗ് മോഡ് വാട്ട് ഈസ് ടി റൂട്ട് എക്സ് മൈനസ് 1 പ്ലസ് സി ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ 11 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 11 എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് പ്ലസ് 4 ഡി എക്സ് ആണ്. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സ് പ്ലസ് 4ന് ടി എന്ന് കൊടുക്കുന്നു. പുട്ട് എക്സ് പ്ലസ് 4 ഇസ് ഇക്വൽ ടു ടി. അന്നേരം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡി എക്സ് ഇസ് ഇക്വൽ ടു ഡി ടി. ഒരു കാര്യം ഓർക്കുക, എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി മൈനസ് 4 ആണ്. ഇവിടെ എക്സ് മാത്രമുള്ളത് കൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. സോ ഇൻ്റഗ്രേഷനാണ് ചോദ്യം. ഇൻ്റഗ്രൽ എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് പ്ലസ് 4 ഡി എക്സ് നമുക്ക് ടിയിലേക്ക് കൺവേർട്ട് ചെയ്താൽ ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി ടി ആണ്. എക്സിന് പകരം നമ്മൾ ടി മൈനസ് 4 എന്ന് എഴുതണം. ടി മൈനസ് 4 എന്ന് എഴുതുന്നു. ടി മൈനസ് 4 ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് പ്ലസ് 4ന് പകരം നമ്മൾ റൂട്ട് ടി എന്ന് എഴുതുന്നു. റൂട്ട് ടി. ഡി എക്സിന് പകരം നമ്മൾ ഡി ടി എഴുതുന്നു. ഓക്കെ, ഡി എക്സ് റീപ്ലേസ് വിത്ത് ഡി ടി. എക്സിന് പകരം നമ്മൾ ഇതാ എക്സ് ഇസ് ഇക്വൽ ടു ടി പ്ലസ് ടി മൈനസ് 4. ഇനി നമ്മൾ ഓരോ ടേമിനെയും ടിയെ ഓരോന്നിനെയും ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. രണ്ട് ഇൻ്റഗ്രേഷനാക്കി എഴുതുന്നു. ടി ബൈ റൂട്ട് ടി അല്ലേ. എന്താണ് ടി ബൈ റൂട്ട് ടി? ടി ബൈ റൂട്ട് ടി എന്ന് പറഞ്ഞാൽ റൂട്ട് ടി ആയിരിക്കും. മൈനസ് അടുത്തത് 4 ഡിവൈഡഡ് ബൈ റൂട്ട് ടി ഡി ടി എന്നായിട്ട് മാറും. ഓക്കെ, റൂട്ട് ടിയുടെ ഇൻ്റഗ്രൽ നമുക്കറിയാം ടി റേസ് ടു 3/2 അല്ലേ. ടി റേസ് ടു ഹാഫിൻ്റെ ടി റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ 3/2 മൈനസ് 4 ഇൻറ്റു 1/റൂട്ട് ടിയുടെ ഇൻ്റഗ്രൽ നമ്മൾ കാണാതെ പഠിച്ചിരിക്കണം. 1/റൂട്ട് ടിയുടെ ഇൻ്റഗ്രൽ 2 റൂട്ട് ടി ആണെന്നുള്ള റിസൾട്ട് കാണാതെ അറിയണം. പ്ലസ് സി ഇൻ്റഗ്രൽ 1/റൂട്ട് എക്സ് ഡി എക്സിൻ്റെ ആൻസർ 2 റൂട്ട് എക്സ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഈ നമ്പേഴ്സ് മാറ്റി എഴുതിയാൽ 2/3 ടിയെ മാറ്റുന്നു. വാട്ട് ഈസ് ടി? എക്സ് പ്ലസ് 4 ആണല്ലോ. എക്സ് പ്ലസ് 4 റേസ് ടു 3/2 മൈനസ് 8 ഇൻറ്റു റൂട്ട് ടി എന്ന് പറഞ്ഞാൽ റൂട്ട് എക്സ് പ്ലസ് 4 പ്ലസ് സി ഈസ് ദി ഫൈനൽ ആൻസർ. ഇവിടെ ഈ രണ്ട് ചേഞ്ചസും ശ്രദ്ധിക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യം. ഇവിടെ നമ്മൾ എക്സ് ക്യൂബ് മൈനസ് 1നാണ് ടി എന്ന് കൊടുക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക. പുട്ട് എക്സ് ക്യൂബ് മൈനസ് 1 ഇസ് ഈക്വൽ ടു ടി. അന്നേരം 3x² ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ x² ഡി എക്സ് എഴുതുന്നു. ഇറ്റ് ഈസ് ഡി ടി ഡിവൈഡഡ് ബൈ 3 എന്ന് എഴുതുന്നു. ഇനി നമ്മൾ ഈ ക്വസ്റ്റ്യനെ മുച്ചൂട് മാറ്റി എഴുതുന്നു. ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് മൈനസ് 1 ദി ഹോൾ റേസ് ടു 1/3 ഇൻറ്റു ഈ എക്സ് റേസിന് 5നെ നമ്മൾ എക്സ് ക്യൂബ് ഇൻറ്റു x² ഡി എക്സ് എന്ന് എഴുതുന്നു. ഓക്കെ, ചോദ്യത്തിന് 5നെ ഒന്ന് ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്തതാണ്. ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് മൈനസ് 1ന് പകരം ടി എന്ന് എഴുതുന്നു. ടി റേസ് ടു 1/3 ഇൻറ്റു വീണ്ടും എക്സ് ക്യൂബ് ഉണ്ട്. എക്സ് ക്യൂബിന് പകരം നമ്മൾ ടി പ്ലസ് 1 എന്ന് എഴുതുന്നു. x² ഡി എക്സിന് പകരം നമ്മൾ ഡി ടി ഡിവൈഡഡ് ബൈ 3 എന്ന് എഴുതുന്നു. ഇവിടെ എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, ഇവിടുന്ന് എക്സ് ക്യൂബ് എഴുതിയാൽ എങ്ങനെ ഉണ്ടാവും? എക്സ് ക്യൂബ് ഇസ് ഈക്വൽ ടു ടി പ്ലസ് 1 എന്നാണ്. ടി പ്ലസ് 1. അത്രയും കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ദിസ് ഈസ് ഈക്വൽ ടു ഇനി നമ്മൾ 1/3യെ പുറത്ത് എഴുതുന്നു. ഇൻ്റഗ്രൽ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ 1/3 ഇൻറ്റു 1 അല്ലേ. ടി റേസ് ടു 1/3 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 4/3 ആണ്. പ്ലസ് ടി റേസ് ടു 1/3 ഡി ടി ആണ്. ഇനി നമ്മൾ ഇൻ്റഗ്രേഷൻ പെർഫോം ചെയ്യുകയാണ്. 1/3 ഇൻറ്റു ഓരോന്നിൻ്റെയും ടേം വൈസ് ഇൻ്റഗ്രേഷൻ 4/3 പ്ലസ് 1 അല്ലേ. എന്താണ് 4/3 പ്ലസ് 1? 4/3 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 7/3 ആണ്. അപ്പോൾ ഇവിടെ ടി റേസ് ടു 4/3 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 7/3 ഡിവൈഡഡ് ബൈ 7/3 പ്ലസ് ടി റേസ് ടു ഇവിടെ ടി റേസ് ടു n അല്ലേ. എക്സ് റേസ് ടു n എന്നത് എക്സ് റേസ് ടു n പ്ലസ് 1/n+1 അല്ലേ. 1/3 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 4/3 ആണ്. ടി റേസ് ടു 4/3 ഡിവൈഡഡ് ബൈ 4/3 പ്ലസ് സി ആണ് ആൻസർ. ദാറ്റ് ഈസ് ഈക്വൽ ടു അവസാനം നമ്മൾ ടിയെ മാറ്റി എഴുതുന്നു. ടിയെ മാറ്റി എഴുതുമ്പോൾ
അതിന് മുമ്പ് ഇവിടെ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുകയും ചെയ്യാം, ടി എ മാറ്റി എഴുതുകയും ചെയ്യാം അല്ലേ. രണ്ടും ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ 1/3 ഇൻറ്റു 1/3 ഇൻറ്റു ഇവിടെ 3/7 എക്സ് ക്യൂബ് മൈനസ് 1 റേസ് ടു 7/3 പ്ലസ് 3/4 എക്സ് ക്യൂബ് മൈനസ് 1 റേസ് ടു 4/3 plus C is the right answer. Okay, 3/4 x cube minus 1 raised to 4/3. വേണമെങ്കിൽ നമുക്ക് ഇതിനെ ബ്രാക്കറ്റിനെ 3 കൊണ്ട് ഓപ്പൺ ആക്കിയിട്ട് എഴുതാം. 3 കൊണ്ട് കട്ട് ചെയ്താൽ ആൻസർ 1/3 കൊണ്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ 1/7 എക്സ് ക്യൂബ് മൈനസ് 1 റേസ് ടു 7/3 പ്ലസ് വീണ്ടും ഇതിങ്ങോട്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ 1/4 എക്സ് ക്യൂബ് മൈനസ് 1 റേസ് ടു 4/3 പ്ലസ് സി എന്നായിരിക്കും ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഇതോടുകൂടി നമ്മൾ ഈ ചോദ്യത്തോടു കൂടി നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ആൻഡ് ജയ് ഹിന്ദ്.